വേനലിന് മുൻപേ ശക്തി കുറഞ്ഞ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അവധിക്കാലത്ത് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ കാണുന്നത് നേർത്ത വെള്ളച്ചാട്ടമാണ്. ആകെ രണ്ടിടത്ത് ഒഴുകുന്ന വെള്ളം, ഒന്നിന് അല്പം കനമുണ്ട്, മറ്റേതാകട്ടെ ചെറിയ വര പോലെയും. ഒരു മാസത്തിലേറെ ഇതാണ് സ്ഥിതി. വൈദ്യുതി ബോർഡിന്റെ തലതിരിഞ്ഞ നിലപാടാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത്. പകൽ നേരത്ത് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നില്ല. വൈകിട്ട് 6 മുതലാണ് ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലുമൊക്കെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇതോടെ വെള്ളമെല്ലാം നേരം പുലരുമ്പോഴേക്ക് ഒഴുകിത്തീരും. ആയിരക്കണക്കിന് രൂപ മുടക്കി വെള്ളച്ചാട്ടം കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശയോടെ മടങ്ങുകയും ചെയ്യും. പൊരിങ്ങൽക്കുത്ത് ഡാമിൽ 50% മുകളിൽ വെള്ളമുണ്ട്. ചെറിയ തോതിലെ നീരൊഴുക്ക് തുടരുന്നു. എന്നിട്ടും സംസ്ഥാനത്തെ മൊത്തത്തിലെ സ്ഥിതിവിവരം മാനദണ്ഡമാക്കിയാണ് ദിവസത്തിൽ 6 മണിക്കൂർ മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഫെബ്രുവരിയിൽ തമിഴ്നാട് ഷോളയാറിൽ നിന്ന് വെള്ളമൊഴുക്കി കേരള ഷോളയാർ നിറയ്ക്കണമെന്ന് പറമ്പിക്കുളം ആളിയാർ കരാറിൽ വ്യവസ്ഥയുണ്ട്. പലപ്പോഴും പാലിക്കപ്പെടാതെ പോകുന്ന കരാറിനെക്കുറിച്ച് പോലും മറക്കുന്ന വൈദ്യുതി ബോർഡ് സ്വന്തം നാട്ടിലെ വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയാണ് തുടർന്നു വരുന്നത്. TCV ന്യൂസ്, ചാലക്കുടി.